ഈ ലോകത്ത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാണെന്ന് അറിയോ? നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണെന്ന് അറിയോ? യു ഡോണ്ട് ബിലീവ് യു, ഐ ഡോണ്ട് ബിലീവ് മീ. നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല, മീൻസ് ഞാൻ എന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ലൈഫിൽ നേരിടുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. എന്തുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അഥവാ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ നമ്മളിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾക്ക് ആദ്യം അറിയണം. എങ്കിലേ നമുക്കതിനെ നേരിടാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങളിൽ ഈ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, മീൻസ് ഇന്ന് രാത്രി 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് 10 മണിയാകുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന് ഏതായാലും വേണ്ട, നാളെ ആവട്ടെ എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അർത്ഥമാണ്. മറ്റൊന്ന്, നിങ്ങൾ ഈ മാസം ജങ്ക് ഫുഡൊന്നും അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു ഫുഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ വിട്ട് എന്ന് ഒരവസ്ഥ ഉണ്ടായോ? നിങ്ങൾ ഈ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലാണ് എന്ന് ഉറപ്പിക്കാം. അത് കാരണം ഒരു കാര്യം തീരുമാനിക്കുക, എന്നിട്ട് ആ സമയമാകുമ്പോൾ അത് വലിച്ചെറിയുക, ആ തീരുമാനത്തിന് ഒരു വാല്യൂ കണക്കാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു കാര്യം ഇന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല, അതിലൊരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സിറ്റുവേഷൻ, ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതൊക്കെ നിങ്ങളുടെ പഴയ പല തീരുമാനങ്ങളുമാണ്. നിങ്ങൾ പണ്ടെടുത്ത, മുൻ കഴിഞ്ഞ സമയങ്ങളിൽ എടുത്ത, മുൻ ദിവസങ്ങളിൽ എടുത്ത, നിങ്ങളുടെ പാസ്റ്റിൽ എടുത്ത ഒരുപാട് തീരുമാനങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കയറി വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു, മീൻസ് ഇന്ന് രാത്രി 8 മണിക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ ഓടാൻ പോകണം അല്ലെങ്കിൽ ജിമ്മിന് പോകണം എന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ പിറ്റേന്ന് രാവിലെ 9 മണിയാകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് വേണ്ട, നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് മഴയാണല്ലോ, അല്ലെങ്കിൽ നാളെ ആവട്ടെ. അങ്ങനെ ഓരോ ദിവസവും നീട്ടി വെക്കുന്ന പതിവ് മിക്കവാറും നമ്മളിൽ ഉണ്ടാവും, അല്ലെ? ഈ സിറ്റുവേഷൻ കാരണമാണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ കോൺഫിഡൻസും നമ്മളിലുള്ള വിശ്വാസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സിറ്റുവേഷനെ അഥവാ ഈ കോൺഫിഡൻസിനെ നമുക്ക് എങ്ങനെ ഉയർത്താം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാനൊരു കാര്യം പറയാം അതിനിടയിൽ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നാളെ 9 മണിക്ക് വരാം എന്ന് നിങ്ങളോട് പറയുകയാണ്. അന്ന് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, ഞാൻ അതിന്റെ റീസണും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിറ്റേന്നും ഞാൻ പറഞ്ഞു നാളെ 9 മണിക്ക് ഞാൻ എത്തും എന്നൊക്കെ പറഞ്ഞു. 3-ാമത്തെ ദിവസം നിങ്ങളോട് ഞാൻ 9 മണിക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കൂല. നിങ്ങൾ പറയും നിങ്ങൾ വെറുതെ പറയുന്നതാണ്, നിങ്ങൾ എത്തുകയില്ല എന്നൊക്കെ അവർ പറയും, അല്ലെ? അതാണ് നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, അല്ലെ? അവൻ വെറുതെ പറയുന്നതാണ് എന്ന ചിന്ത നിങ്ങളിൽ വന്നു. അതേപോലെ നമുക്കുള്ളിലും അങ്ങനെ ഒരു സാധനം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഒരു തീരുമാനം എടുത്തു, അത് ചെയ്തിട്ടില്ലെങ്കിൽ, രണ്ടാമതും ചെയ്തിട്ടില്ല, മൂന്നാമതും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കണം. ചെയ്യാവുന്നതേ തീരുമാനം എടുക്കണ്ടു. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു പൈശാചികമായിട്ടുള്ള ഒരു വിളി ഉണ്ടാവും, നിന്നെ കൊണ്ടാവില്ലടാ, നിന്നോട് കഴിയില്ലടാ. കാരണം നിന്നെ തോൽപ്പിക്കുന്നതും ഇന്നെ വിജയിപ്പിക്കുന്നതും ഒക്കെ നീ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ടല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നിനക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ശീലങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയാത്തത്. ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ? ചെയ്യാൻ കഴിയുന്നത് തീരുമാനം എടുത്താൽ മതി. തീരുമാനം എടുത്തിരുന്നോ ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചെയ്യുക. കാരണം അവിടെയാണ് നമ്മുടെ മൈൻഡ് പവർ കൂടുക. വെറുതെ മൈൻഡ് പവർ കൂടുകയും ചെയ്യില്ല. നമ്മൾ ഒരു സാധനത്തെ കൺട്രോൾ ചെയ്ത് നിർത്തണം. കാരണം പെയിൻഫുൾ ആണ്, ഭയങ്കര ഹാർഡാണ്, ഭയങ്കര പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. പക്ഷെ അതിനെ നമ്മൾ തരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴിവ്, അവിടെയാണ് നമ്മുടെ ബ്രെയിൻ പവർ, മൈൻഡ് പവർ ഒക്കെ കൂടുന്നത്. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.